ചില ദിവസങ്ങളിൽ രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ നെഗറ്റീവ് വൈബോട് കൂടിയിട്ടാണ് എണീച്ച് വരിക. അന്നത്തെ ദിവസം എൻ്റെ പോക്കാണ് കേട്ടോ. പിന്നീട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞിട്ടാവും. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അവസാനം ചെയ്യും, അവസാനം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യും. അതുപോലെ തന്നെ ദേഷ്യവും വാശിയും സങ്കടവും ഒക്കെ അന്നത്തെ ദിവസം കൂടുതലായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ഞായറാഴ്ചയാണ് ഇന്നും. രാവിലെ എണീച്ച് വന്നു, കിച്ചണിൽ കയറിയിട്ട് ഞാൻ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് തുടങ്ങിയത്. അത് തന്നെയാണ് പാളിപ്പോയത്. സാധാരണ ഞാൻ കിച്ചണും അതുപോലെ തന്നെ നമ്മുടെ ഹോളും മിറ്റൊക്കെ നല്ല രീതിയിൽ അടിച്ചു വാരി ക്ലീൻ ചെയ്തതിനൊക്കെ ശേഷമാണ് കിച്ചണിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ നേരെ എണീച്ച് പോയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. രാവിലെ എണീച്ചു. നമ്മൾ ഇന്നലെ തന്നെ തലേദിവസം കുറച്ച് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വെള്ളയപ്പം ഉണ്ടാക്കാമെന്നാണ് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത്. അരച്ച് വെച്ച മാവിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയിട്ട് 5 മിനിറ്റോളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു. പിന്നെ ആസ് യൂഷ്വൽ നാളികേരം പൊട്ടിക്കുമ്പോൾ അതിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് മോർണിംഗിൽ. അപ്പോൾ അതും കുറച്ച് കുടിച്ചു. അതിനുശേഷം നാളികേരം ചെരുകി മാറ്റി വെച്ചു. വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളയപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ കപ്പിക്കാച്ചുക എന്നുള്ള പരിപാടി ഒന്നും ചെയ്യാറില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് എനിക്ക് വെള്ളയപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കാനായിട്ട് അറിയാം. നല്ല അടിപൊളിയായിട്ട് വരും ചെയ്യും കേട്ടോ. ആ ഒരു മാവ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1 ഗ്ലാസ് പച്ചരിയിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും അതുപോലെ തന്നെ കുതിർത്തതിന് ശേഷം അരയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചോറും കുറച്ച് ഈസ്റ്റും ചേർത്തിട്ടാണ് അരച്ചെടുക്കാറുള്ളത്. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ടാവും. നല്ല സൂപ്പറായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം ഞാൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. സാധാരണ വെള്ളയപ്പത്തിലേക്ക് മസാലക്കറികളാണ് ഞാൻ കൂടുതലായിട്ടും ഉണ്ടാക്കാറുള്ളതെങ്കിലും ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചട്നിയാണ് കേട്ടോ. ചട്നി ഒഴിച്ചും നമുക്ക് വെള്ളയപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് നാളികേര ചട്നി. അപ്പോൾ ഞാൻ കുറച്ച് നാളികേരത്തിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഒക്കെ കൂടിയിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അരച്ചേക്കാണ്. അതിലേക്ക് ഇതാ കടുകൊക്കെ പൊട്ടിച്ച് താളിപ്പ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ചെയ്യേണ്ട പണിയിലേക്ക് കടക്കുകയാണ്, അതായത് അടിച്ചു വാരി തുടയ്ക്കുക എന്നുള്ളത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നുന്നത് വീട് നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന സമയത്താണ്. പ്രത്യേകിച്ചും മോർണിംഗ് വൈബൊക്കെ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയാണ്. നല്ലൊരു ഫ്രഷ് മൈൻഡും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും. അടിച്ചു വരലും തുടയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തോ വലിയൊരു പണി ചെയ്ത് തീർത്ത സന്തോഷമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ തുടയ്ക്കാമെന്ന് വിചാരിച്ച് തുടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ തുടയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കുട്ടികളൊക്കെ താഴ്ത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക, അപ്പോൾ ഈച്ചയൊക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതിനൊന്ന് ചെറുത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് തുടയ്ക്കുന്നത് കേട്ടോ. കിച്ചണും അതുപോലെ തന്നെ ഹോളൊക്കെ നല്ല നീറ്റായിട്ട് തുടച്ചു. ഇനി മുറ്റത്താണ് അടുത്ത അഭ്യാസ പ്രകടനം നടക്കുന്നത്. ഞായറാഴ്ച ദിവസമാണ് ഞാൻ മുറ്റത്തുള്ള ചവറും കാര്യങ്ങളും ഒക്കെ അടിച്ചുകൂട്ടി കത്തിക്കുന്ന ദിവസം. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ അടിച്ച് ക്ലീൻ ആക്കിയിട്ടാണ്. പിന്നെ ഇവിടെ പൂഴിപ്രദേശം ആയതുകൊണ്ട് തന്നെ മുറ്റൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് തന്നെ അതുപോലെ കിടക്കും കേട്ടോ.